കഴിഞ്ഞ ദിവസം ലെബനനിൽ പേജർ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനങ്ങളിൽ അനവധി ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലോകത്തെ നടുക്കിയ സ്ഫോടനത്തിനുപയോഗിച്ച പേജറുകൾ എന്താണെന്ന് നോക്കാം. 1990കളിലും 2000ന്റെ ആരംഭത്തിലും വ്യാപകമായി ഉപയോഗിച്ചിരുന്ന പേജർ ഒരു വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ്. അടിയന്തര സന്ദേശങ്ങൾ കൈമാറാനുള്ള ഉപകരണമെന്ന നിലയിൽ ആശുപത്രികൾ, ഫയർഫോഴ്സ്, പോലീസ് എന്നിവർ പേജർ വ്യാപകമായി ഉപയോഗിക്കുന്നു. മൊബൈൽ ഫോണുകളുടെ വരവോടെ പേജറിന്റെ ഉപയോഗം ഗണ്യമായി കുറഞ്ഞു. 1964-ൽ മോട്ടറോള കമ്പനിയാണ് പേജർ ബോയ് 1 എന്ന പേരിൽ ആദ്യ പേജർ നിർമ്മിച്ചത്. കയ്യിലൊതുങ്ങുന്ന ഒരു കുഞ്ഞൻ ഉപകരണമാണ് പേജർ അഥവാ ബീപ്പർ. ചെറിയ സന്ദേശങ്ങളും അലേർട്ടുകളും അയക്കാൻ ഉപയോഗിച്ചിരുന്ന ഇവ റേഡിയോ തരംഗങ്ങൾ വഴിയാണ് പ്രവർത്തിക്കുന്നത്. സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ചെറിയ ഡിസ്പ്ലേയും ഇതിലുണ്ട്. പേജറുകൾ 2 തരത്തിലുണ്ട്. അക്കങ്ങൾ മാത്രം പ്രദർശിപ്പിക്കുന്ന ന്യൂമറിക് പേജറും അക്കങ്ങളും അക്ഷരങ്ങളും പ്രദർശിപ്പിക്കുകയും കൂടുതൽ വിശദമായ സന്ദേശങ്ങൾ അയക്കാനും ഉപയോഗിക്കുന്ന ആൽഫ ന്യൂമറിക് പേജറും. പുത്തൻ സാങ്കേതിക വിദ്യയുള്ള ഈ നൂറ്റാണ്ടിലും പേജറുകളുടെ ഉപയോഗം വ്യാപകമാണ്. 2017 ഒരു സർവേ പ്രകാരം US-ലെ ആരോഗ്യ മേഖലയിൽ 80% ഡോക്ടർമാർ പേജറുകൾ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട് വന്നിരുന്നു. എന്താണ് പേജറുകളെ മൊബൈൽ ഫോണിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? വലിയ കവറേജ് ഏരിയ ഉള്ളതിനാൽ മൊബൈൽ ഫോൺ സിഗ്നൽ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലും പേജർ ഉപയോഗിക്കാം. പേജറുകൾ ട്രേസ് ചെയ്യുന്നതത്ര എളുപ്പമുള്ള കാര്യമല്ലാത്തതിനാൽ രഹസ്യ ഇടപാടുകൾക്ക് ഇത് ഉപയോഗിക്കുന്നു. മറ്റു ഫീച്ചറുകൾ കുറവാണെങ്കിലും ദീർഘമായ ബാറ്ററി ലൈഫും ഉപയോഗിക്കാനുള്ള എളുപ്പവും പേജറിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തര സേവനങ്ങൾക്ക് ഇതിപ്പോഴും ഉപയോഗിച്ചു വരുന്നു.